ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ 4 പേരെയും രക്ഷപ്പെടുത്തി. പാറക്കെട്ടിൽ കുടുങ്ങിയത് പുഴയിൽ കുളിക്കാനിറങ്ങിയ സ്ത്രീ ഉൾപ്പെടെയുള്ളവർ. കുടുങ്ങിക്കിടന്നവരെ കരക്കെത്തിച്ചത് 2 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ. സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കുന്നു. 2 ജില്ലകളിലും 5 ഡാമുകളിലും റെഡ് അലർട്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പാലക്കാട് വീടിടിഞ്ഞു വീണ് അമ്മയും മകനും മരിച്ചു. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ 2 മരണം. നടൻ ആസിഫ് അലിയെ അപമാനിച്ചെന്ന വിവാദത്തിൽ പ്രതികരണവുമായി സംഗീതജ്ഞൻ രമേശ് നാരായണൻ. ആസിഫ് അലിയെ താൻ കരുതിക്കൂട്ടി അപമാനിച്ചിട്ടില്ല. ജയരാജന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങണമെന്ന ആഗ്രഹം കൊണ്ട് ചെയ്തതെന്ന് വിശദീകരണം. ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യ നീക്കത്തിന് അടിയന്തര യോഗം വിളിച്ച് മുഖ്യമന്ത്രി. മന്ത്രിമാരും MLA-മാരും മേയറും റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ജോയിയുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം റെയിൽവേ ഏറ്റെടുക്കണമെന്ന് A. റഹീം MP. തമിഴ്നാട്ടിൽ വീണ്ടും രാഷ്ട്രീയ നേതാവ് കൊല്ലപ്പെട്ടത് നാം തമിഴർ കക്ഷി പാർട്ടി നേതാവ് ബാലസുബ്രഹ്മണ്യൻ. ആക്രമണം പ്രഭാത നടത്തത്തിനിടെ. ബാലസുബ്രഹ്മണ്യൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. കോഴിക്കോട് പുതുപ്പാടിയിൽ അർഷാദിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ. പ്രതി അൽഷാജ് പിടിയിലായത് മലപ്പുറത്ത് നിന്ന്. 6 പേർ കസ്റ്റഡിയിൽ. തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ പണമിടപാടെന്ന് താമരശ്ശേരി DYSP. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ പ്രഖ്യാപിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി. പ്രഖ്യാപനം പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ JD വാൻസ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി.